വീടിൻ്റെ അകത്തേക്ക് നമ്മുടെ പുതിയ കാലത്തെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പരമാവധി നാച്ചുറൽ ലൈറ്റ്സിനെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റിയത് 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമുക്ക് അവരവരെ ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് വലിയ ജനാലകൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് പ്രത്യേകിച്ച് അത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വലിയ ജനാലകൾ പ്ലേസ് ചെയ്യുന്നതോട് കൂടിയിട്ട് പരമാവധി വെളിച്ചം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ലഭിക്കും. രണ്ടാമതായിട്ടുള്ളൊരു ഓപ്ഷൻ, അതായത് എല്ലാ സ്ഥലത്തും ഈ വലിയ ജനാലകൾ കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ സാധ്യമായിക്കൊള്ളുന്നില്ല. ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന തമിഴ്നാട്ടിലെ വീടുകളിലൊക്കെ എന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആയിട്ടാണ് മിക്കവാറും വീടുകൾ വരുന്നുണ്ടാവുക. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് റിയർ സൈഡിലൊന്നും നമുക്ക് ചിലപ്പോൾ വലിയ ജനാലകൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് സ്കൈലൈറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. റൂഫിങ്ങിൽ ഓപ്പണിങ്സ് കൊടുത്തിട്ട് സ്കൈലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് എത്തിക്കുക എന്നതാണ് ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വെളിച്ചം കൊണ്ടുവരാനുള്ള എളുപ്പത്തിലുള്ള മാർഗ്ഗങ്ങൾ. നാച്ചുറൽ ലൈറ്റ്സ് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷന് നമുക്കൊരുപാട് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ പകൽ സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് വൈദ്യുതി നമുക്ക് കുറച്ച് നമ്മുടെ ലൈറ്റ്സിന് വേണ്ടിയിട്ട് ഈ നാച്ചുറൽ ലൈറ്റ്സ് തന്നെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഒരു ദിവസം പരമാവധി സമയം നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലാണ് നമ്മൾ ചിലവഴിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മാനസികാരോഗ്യത്തിനെ തന്നെ ബാധിക്കുകയും നമ്മുടെ ഒരു വെളിച്ചം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വിദഗ്ധർ പറയുന്നത് ഡിപ്രഷനെ പോലും അകറ്റാൻ നമുക്ക് ഈ നാച്ചുറൽ ലൈറ്റ്സ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നാൽ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ പുതിയ വീടുകൾ പ്ലാൻ ചെയ്യുന്ന ആളുകളൊക്കെ ഇത്തരം ജനലുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ, പരമാവധി നാച്ചുറൽ ലൈറ്റ്സ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും.